മോളുടെ വിവാഹം ഉടനെ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ദേശത്ത് നിന്ന് തന്നെയാ. ഇന്നലെ അച്ഛൻ അനന്തപുരിയിൽ നിന്ന് വരും വഴിക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി പറയൂ. അച്ഛന്റെ ജീവൻ രക്ഷിച്ച അദ്ദേഹത്തിന് പ്രത്യുപകാരമായി എന്ത് നൽകിയാലും മതിയാവില്ലെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് നിന്നെ വധുവായിട്ട് നൽകാന്ന് അച്ഛൻ വാക്കു കൊടുത്തുപോയി. അയ്യോ അച്ഛ, അത് പറ്റില്ല. ധിക്കരിക്കാണെന്ന് വിചാരിക്കരുത്. ഒരു കാട്ടാളനെയാണോ എനിക്ക് വരനായി കണ്ടെത്തിയത്? ഏതൊരച്ഛനും മക്കളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. ഇതും അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. മാതാപിതാക്കളെ അനുസരിക്കുകയാണ് ഒരു ഉത്തമ പുത്രിയുടെ ലക്ഷണം. എന്റെ ഭഗവാൻ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാം അറിയുന്ന ആര്യങ്കാവിലപ്പൻ ഒരു വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും. ആ, എന്റെ പൊന്നു മോളല്ലേ, അമ്മ പറയുന്നതൊന്ന് അനുസരിക്കേ. അച്ഛന്റെ മാനസികാവസ്ഥ മോളൊന്ന് ഓർത്തു നോക്കിയേ. അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ആ യുവാവിന്റെ ധീരമായ പ്രവൃത്തിയല്ലേ. ഒരു ധീര യോദ്ധാവിനെ പോലുള്ള യുവാവിനെ വരനായി കിട്ടുക എന്നുള്ളത് ഭാഗ്യല്ലേ. ഈ കണ്ട കാലം അത്രയും അമ്മയും അച്ഛനും ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഏതൊരു പെണ്ണിനും ഭാവി വരനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഇല്ല അമ്മ. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാളും വലുതല്ലേ ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ മോളെ വളർത്തി വലുതാക്കിയ ഒരു അച്ഛനോടുള്ള കടമ. അച്ഛന്റെ ആവശ്യപ്രകാരം മോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്ക്. ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നിന്നെ കാണണമെന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ. എന്റെ പൊന്നു മോളല്ലേ, ഈ ഒരു പ്രാവശ്യം അമ്മ പറയുന്നത് മോൾ അനുസരിക്കണം. ഈശ്വര ഭഗവാനെ, ഭഗവാനെ. മോളെ, മോളെ അച്ഛനെ അനുസരിക്കേ. നോക്ക്. ഇതാണെന്റെ ഏക മകൾ പുഷ്കല. ഞാൻ കണ്ടിരിക്കുന്നു.
ഇതെന്റെ പത്നി സരസ്വതി. ഇത് ഈ ക്ഷേത്രത്തിലെ എല്ലാവരെയും അറിയും. മോൾക്ക് ഇഷ്ടായോ? ഉം. അപ്പൊ ഇനി ഉത്തമമായ നാൾ നോക്കി നിശ്ചയത്തിന്റെയും വിവാഹത്തിന്റെയും മുഹൂർത്തം കുറിക്കണം. അപ്പോ ബന്ധുജനങ്ങളെയെല്ലാം കൂട്ടി അടുത്ത നാൾ തന്നെ നമ്മുടെ ഇല്ലത്തേക്ക് പോന്നോളൂ. നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ബന്ധുക്കൾ. എല്ലാം നിങ്ങൾ തന്നെ നിശ്ചയിച്ചാൽ മതി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഉം. ഓ, പോവാം. മകൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വിഷമിച്ചുപോയി. പിന്നെ സരസ്വതി വളരെ നിർബന്ധിച്ചപ്പോഴാണ് അവൾ അയാളെ കാണാമെന്തെങ്കിലും സമ്മതിച്ചത്. അയാളെ കണ്ടിട്ട് ഇഷ്ടമല്ലെന്നും വിവാഹത്തിന് സമ്മതമല്ലെന്നും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായേനെ. കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ പോയാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ ഭൂലോകത്ത് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഒടുവിൽ വരനെ കണ്ട് പുഷ്കലയ്ക്ക് ബോധ്യപ്പെട്ടപ്പോഴാ എന്റെ നല്ല ജീവൻ തിരിച്ചു കിട്ടിയത്. ഏതായാലും നന്നായി. പിതാവ് കൊടുത്ത വാക്കു പാലിക്കേണ്ടത് ഒരു പുത്രിയുടെ ധർമ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും തൻ്റെ സങ്കല്പങ്ങൾക്ക് ഒത്തുവരുന്ന ആളല്ലെങ്കിലും പുഷ്കല സമ്മതിച്ചത്. പക്ഷെ ഒന്നുണ്ട്, കിരാതകുലത്തിൽ പിറന്നതാണെങ്കിലും എന്തോ ഒരു ഈശ്വര ചൈതന്യം അയാളുടെ മുഖത്ത് വിളങ്ങണമെന്ന് ഞാൻ കണ്ടു. ഈ ഒരു മാംഗല്യം കൊണ്ട് ഒരിക്കലും പുഷ്കല ദുഃഖിക്കേണ്ടി വരില്ല. അത് തന്നെയാണല്ലോ ഏതൊരച്ഛനും ആഗ്രഹിക്കണത്. എല്ലാം ഭഗവാന്റെ തീരുമാനങ്ങൾ. എനിക്കെല്ലാം എൻ്റെ ധർമ്മശാസ്താവാണ്. അവിടെ സമർപ്പിച്ച് ഞാൻ എന്തും ചെയ്യൂ. നല്ലത്. ധർമ്മശാസ്താവായ ആര്യങ്കാവിലപ്പൻ ഒരിക്കലും നിങ്ങളെ കൈവിടിയില്ല. ഇനി എത്രയും പെട്ടെന്ന് നിശ്ചയത്തിനും വിവാഹത്തിനുമുള്ള നാൾ കുറിക്കണം. വരന് ബന്ധുക്കൾ ആരും ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തിരുമേനിയും കുടുംബവും തന്നെ ബന്ധുക്കളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഭംഗിയാക്കണം. ഞങ്ങൾക്കിപ്പോൾ ബന്ധുക്കളെന്ന് പറയാൻ ഇവിടെ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. ഒരു മംഗളകർമ്മത്തിന് കാർമ്മികത്വം വഹിക്കാന്ന് പറഞ്ഞ മഹാഭാഗ്യല്ലേ. എനിക്കുണ്ടല്ലോ ഒരു മകൾ. ഏതായാലും ഇപ്പോ ഞങ്ങൾ തന്നെയാ വരന്റെ കൂട്ടർ. ഞങ്ങളുടെ ആചാരമനുസരിച്ച് വരന്റെ കൂട്ടർ വധുവിന് 9 മുഴം ചേല നിശ്ചയ ദിവസം നൽകണം. ഓ, വിവാഹ ദിവസം അത് വധുവിനെ അണിയിക്കേണ്ടത് വരന്റെ സഹോദരിയാ. ആ, അത് വധുവിന് അന്നേ ദിവസം അശുദ്ധിയുണ്ടോന്ന് അറിയാൻ കൂടിയാണ്. ഓ, സഹോദരി എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ മകൾ കോകിലയല്ലേ? അതെ. അവൾക്ക് സന്തോഷാവൂ. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വിവാഹം. ആ, അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ ആചാരം. ഓ, അതും കേമാക്കണം. ഒക്കെ ഭംഗിയായി നടക്കും. ഈശ്വര കടാക്ഷം വേണ്ടുവോളം ഉണ്ടല്ലോ. എല്ലാം പുഷ്കലയുടെ ഭാഗ്യം. ഇപ്പൊ സന്തോഷായില്ലേ മോൾക്ക്? ക്ഷേത്രത്തിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നെങ്കിലോ? എന്റെ സങ്കല്പത്തിലെ പുരുഷൻ ഇതുപോലെ തന്നെയായിരുന്നു അമ്മേ. മോള് സമ്മതം അറിയിച്ചപ്പോ അച്ഛൻ എന്ത് സന്തോഷമായിരുന്നു. മോള് സമ്മതിക്കോ ഇല്ലയോ എന്ന് വല്ലാത്തൊരു മാനസിക വ്യഥയിലായിരുന്നു അദ്ദേഹം. സരസ്വതി, മുഹൂർത്തം കുറിച്ചു. ധനു 9ഉം 10ഉം ഈ 2 നാളുകളും കെങ്കേമാണെന്നാ ഇവിടുത്തെ ജ്യോത്സ്യര് പറഞ്ഞത്. 9 നിശ്ചയം, 10 കല്യാണം. അത് കഴിഞ്ഞ ഈ മാസം വേറെ മുഹൂർത്തം ഇല്ലത്രേ. അപ്പോ
നാളിങ്ങ അടുത്തല്ലോ. വരന്റെ ബന്ധുക്കളായി സുബ്രഹ്മണ്യനും കുടുംബമൊക്കെ ഉള്ളൂ. ഈശ്വരനായിട്ടാ ഇവരെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ നാത്തൂന്റെ സ്ഥാനത്ത് കോകിലല്ലേ അമ്മ? ആ, മഹാലക്ഷ്മിയോടും കോകിലയോടും വിവരങ്ങളൊക്കെ ധരിപ്പിച്ചോളൂ. ആ. ഞാൻ ക്ഷേത്രം വരെ പോയിട്ട് സുബ്രഹ്മണ്യനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരാം. ഇത് ആയിക്കോട്ടെ. വെച്ചോളൂ. മോളെ, മോള് ചെല്ല്. എന്ത് പറ്റി? പരദേവതകളെ ചതിച്ചോ? എന്താ? എന്തു പറ്റി? പുഷ്കല, അവള് ഈ വിവാഹം നടക്കില്ല. ഏ? അവൾക്ക് തീണ്ടാരി ആയിരിക്കാം. മോളിങ്ങനെ കരയാതെ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഈശ്വര നിശ്ചയാണ്. അതിനെ തടയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. സുഖായാലും ദുഃഖായാലും നാം അത് സ്വീകരിച്ചേ മതിയാവും. വിവാഹത്തിന് തടസ്സം നേരിട്ടെന്നല്ലേ ഉള്ളൂ. മറ്റൊരു ദിവസം ആകാലോ. എന്റെ മോള് വിഷമിക്കാതിരിക്കെ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച് സമാധാനപ്പെടും മോളെ. മോളെ, മോള് പുഷ്കലയും കൂട്ടി ചായ്പിലേക്ക് ചെല്ല്. ഇനി 7 കുളി കഴിയുന്നവരെ പുഷ്കല അവിടെ കഴിയട്ടെ. ഭഗവാനെ, ധർമ്മശാസ്താവ്, ഇതെന്ത് പരീക്ഷണമാണ്? എത്ര നാളത്തെ വഴിപാടുകളും നേർച്ചകളും കൊണ്ടാണ് എനിക്കൊരു മകളെ തന്നത്. അവൾ പിറന്ന അന്നു മുതൽ ഓരോ നിമിഷവും ഞാൻ ജീവിച്ചത് അവൾക്ക് വേണ്ടി മാത്രമാണ്. നെയ്തുകൂട്ടിയ വസ്ത്രങ്ങൾ ഒരു തണ്ടി നടന്നു വിറ്റതും സമ്പാദിച്ചതുമെല്ലാം എന്റെ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചാണ്. എല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കുമെങ്കിൽ ആഗ്രഹിക്കാൻ ഒരു മനസ്സ് എന്തിനു തന്നു ഭഗവാനെ? മനുഷ്യർ ഏറ്റവും ഭയക്കുന്നത് മരണത്തെയാണ്. നനച്ചിരിക്കാതെ മരണം മുന്നിൽ വന്നപ്പോ ഞാൻ പകച്ചുപോയി. അതുകൊണ്ടാണ് എന്നെ രക്ഷിച്ച കാട്ടാളന് മകളെ നൽകാമെന്ന് എനിക്ക് വാക്ക് നൽകേണ്ടി വന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞാൻ എന്റെ മകളെ അയാൾക്ക് മുന്നിൽ എത്തിച്ചതും അയാളെ കാണുമ്പോൾ അവൾ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല.
പക്ഷെ എന്റെ മകൾ എന്റെ എല്ലാ ചിന്തകളെയും തകിടം മറിച്ച് സന്തോഷത്തോടെ വിവാഹത്തിന് സമ്മതിച്ചു. എന്നിട്ടിപ്പോ അതും മുടങ്ങിയിരിക്കുന്നു. എന്റെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ അനിഷ്ടങ്ങളെങ്കിൽ അതിനെ എന്നെ മാത്രം ശിക്ഷിച്ച് എന്റെ മകളുടെ സന്തോഷങ്ങൾ തിരികെ നൽകണേ ഭഗവാനെ. ആഗ്രഹിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യർ പലതും ആഗ്രഹിച്ച് നേടാനാകാതെ വീണ്ടും വീണ്ടും മനമുരുകി പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയറ്റ് പോകാത്തത് കൊണ്ടാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്ത് എന്റെ മകളെ സങ്കടക്കടലിൽ നിന്നും രക്ഷിക്കണേ ഭഗവാനെ. ധർമ്മശാസ്താവേ, ആര്യങ്കാവിലപ്പ കാത്തി രക്ഷിക്കണേ. അല്പത്വവും അവിവേകവും അഹങ്കാരവും ഒരുവനെ അസുരനാക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര